രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള രാമകഥ കേൾക്കുകയാണ്. രാമായണ മാസം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 30-ാം ദിവസമായി. ഒരു മാസം പോയത് എത്ര പെട്ടെന്നാണ്. ആ ഭഗവാന്റെ ആ ഒരു കാരണമെന്ന് പറയുന്നത് ആ ഭഗവാന്റെ തിരുനാമങ്ങളും ഭഗവാന്റെ കഥകളും ആ ഭഗവാന്റെ ആ ദിവ്യകഥകൾ അടങ്ങിയിട്ടുള്ള ആ രാമായണ പാരായണവുമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഒരു മാസം പോയതറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രാരബ്ധങ്ങളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും അറിയിക്കാതെ നമ്മളെ ഒരു മാസം കൊണ്ടുപോയത് നമ്മുടെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു രാമകഥാശ്രവണവും രാമായണ പാരായണവും തന്നെയാണ്. ഇതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് തുടരണം. എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ആ ഭഗവാനിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഭഗവാന്റേതായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശാരീരിക അസ്വസ്ഥതകളും എല്ലാം നമ്മൾ മറക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കഥാഭാഗത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് വിഭീഷണൻ രാവണനെ ഉപദേശിക്കുന്നതും രാമൻ്റെ ഭാര്യയായിട്ടുള്ള ആ സീതാദേവിയെ തിരികെ രാമനെ ഏൽപ്പിക്കണമെന്നും അതുപോലെ തന്നെ ആ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ആ ഭഗവാനോട് എതിർക്കാൻ ഈ 3 ലോകത്തിലും ആർക്കും സാധ്യമല്ല എന്നുമൊക്കെ രാവണനെ ഉപദേശിച്ച് നോക്കി. പക്ഷേ രാവണൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. വിഭീഷണനോട് പറയുകയാണ്, നീ യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ ശത്രുവിനേക്കാൾ വലിയ ശത്രുവാണ്. നീ എൻ്റെ ശത്രു തന്നെയാണ്. നീ മിത്രഭാവം സ്വീകരിച്ച് നീ ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. നിനക്ക് രാമനെ സേവിക്കാനല്ലേ ഇഷ്ടം, അതുകൊണ്ട് നീ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നീ എൻ്റെ ചന്ദ്രഹാസത്തിന് ഇരയാകുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് അദ്ദേഹം അവിടുന്ന് രാവണൻ്റെ കാലിൽ വീണ് വീണ്ടും പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, അങ്ങ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം, ഒന്ന് അനുസരിക്കണം. അങ്ങ് മരിക്കുന്നത് ഭഗവാന്റെ ആ ശ്രീരാമൻ്റെ അസ്ത്രമേറ്റ് അങ്ങ് മരിക്കുന്നത് കാണുന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ആട്ടിപ്പായിക്കുകയായിരുന്നു എൻ്റെ സ്വന്തം അനുജനെ. അപ്പോൾ പറഞ്ഞു, അങ്ങ് എൻ്റെ അച്ഛൻ്റെ തുല്യനാണ്, അതുകൊണ്ട് അങ്ങയുടെ ആ ഒരു ആജ്ഞ ഞാൻ അനുസരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം വിഭീഷണൻ രാമൻ്റെ സന്നിധിയിൽ എത്തുകയാണ്. അങ്ങനെ ആ രാമൻ്റെ സന്നിധിയിൽ എത്തിയ വിഭീഷണനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയിലാണ് വാനരവൃന്ദം. ഭഗവാനെ സ്തുതിക്കുകയാണ് വിഭീഷണൻ. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, ശോകം. അദ്ദേഹം 4 അമാത്യന്മാരും, അതായത് 4 മന്ത്രിമാരോട് ചേർന്നിട്ടാണ് ആ വിഭീഷണൻ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ ആ ശ്രീരാമദേവൻ ഇരിക്കുന്ന ആകാശമാർഗത്തിലൂടെയാണ് ഗമിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് ഉച്ചത്തിൽ ഭഗവാനെ സ്തുതിച്ച് നാമം ചൊല്ലുകയാണ്.
രാമ രമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ സ്തുതിച്ചിട്ട് പറയുകയാണ്, രാജീവനേത്ര രാജശിഖാമണി ത്രിലോകത്തിൻ്റെ പതിയായിട്ടുള്ള ഭഗവാനെ, സ്വാമി, രാവണൻ്റെ സഹോദരനാണ് ഞാൻ അങ്ങയെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ പേര് വിഭീഷണൻ എന്നാണ്, അവിടുത്തെ ഭക്തനാണ്, അവിടുത്തെ സേവകനാണ് ഞാൻ. ദേവിയെ രാവണൻ കട്ടത് അനുചിതമാണെന്ന് ഞാൻ രാവണനോട് പറഞ്ഞു. എന്നിട്ട് ഭഗവാനായിക്കൊണ്ട് തിരികെ കൊടുക്കുവാനും ഞാൻ രാവണനോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ അജ്ഞാനം എൻ്റെ ജ്യേഷ്ഠനിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജ്ഞാനോപദേശങ്ങളൊന്നും ഫലിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നെ വാളുമായിട്ട് ഉയർത്തി വെട്ടുവാനായിട്ട് വന്നു. ഒരു കാളസർപ്പം പോലെ ആ വേഗത്തിൽ ആ ലങ്കേശ്വരൻ എന്നെ വധിക്കാനായിട്ട് വന്നു. അവസാനം ആ മൃത്യുഭയം കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു. എൻ്റെ കൂടെ 4 മന്ത്രിമാരും വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. എനിക്ക് മറ്റൊരു ശരണമില്ല, മറ്റൊരു ആലംബനം എനിക്കില്ല ഭഗവാനെ എന്ന് പറയുകയാണ്. എനിക്ക് ആ ഭഗവാന്റെ ഒരു ചരണങ്ങൾ മാത്രം, ഭഗവാന്റെ ആ ഒരു തൃച്ചരണങ്ങൾ മാത്രമേ എനിക്ക് അഭയമായിട്ടുള്ളൂ എന്ന് വിഭീഷണൻ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ആ സുഗ്രീവൻ പറയുകയാണ്, വിശ്വേശ രാക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നു നിർണയം. അല്ലയോ ഭഗവാനെ, ഈ രാക്ഷസൻ ഇവൻ മായാവിയാണ്, ഇവനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുകയില്ല. മാത്രമല്ല ഇവൻ രാവണ രാക്ഷസൻ്റെ സഹോദരനാണ്, ഇവൻ ഒത്തിരി വിക്രമങ്ങളൊക്കെ കയ്യിലുള്ളവനാണ്. മാത്രമല്ല ഇവൻ ആയുധപാണിയാണ്, കയ്യിൽ ആയുധങ്ങളുമായിട്ട് ആണ് 4 മന്ത്രിമാരും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പറയാൻ സാധിക്കില്ല, ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇവൻ ചിലപ്പോൾ നമ്മളെ വധിച്ചെന്ന് വരാം എന്നൊക്കെ സുഗ്രീവൻ അവിടെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് സുഗ്രീവൻ കവികളോട് പറയുകയാണ്, വാനരന്മാരോട് പറയുകയാണ്, ഇവൻ തീർച്ചയായിട്ടും ഇവൻ വധിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമം ആകുന്നത് എന്നത് ഓർക്കണമേ. ഇത് രാമൻ എങ്ങാനും ഇനി സ്വീകരിക്കുമെന്നുള്ളൊരു പേടി. അതുകൊണ്ട് പറയണം, ശത്രുപക്ഷത്തിലൊക്കെ ഉള്ള ഇതുപോലുള്ള വഞ്ചകന്മാരെയൊക്കെ നമ്മൾ മിത്രം നമ്മുടെ കൂടെ കൂടാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് നമ്മളെ എതിർ സൈന്യത്തിലുള്ള ആ ശത്രുക്കളെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്ന് പറയുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് പറയാനായിട്ട് പറയുന്നു, രാമനോട് പറയുകയാണ്. അങ്ങനെ മറ്റുള്ള വാനരവീരന്മാരും ഒക്കെ കേട്ടപ്പോഴത്തേ അവർക്കും ഇതൊരു സുഗ്രീവൻ പറഞ്ഞത് കാര്യമാണ് എന്ന് തോന്നി. സുഗ്രീവന് അനുകൂലമായിട്ട് തന്നെയാണ് എല്ലാവരും മറ്റു വാനരന്മാരും ഒക്കെ പറഞ്ഞത്. അപ്പോഴാണ് എല്ലാവരുടെ അഭിപ്രായം തേടിയതിന് ശേഷമാണ് അവിടെ ഹനുമാൻ സ്വാമി എഴുന്നേറ്റ് വന്നു പറയുകയാണ്, വിഭീഷണൻ ഉത്തമനാണ്, അതുപോലെ തന്നെ വന്ന് നമ്മളോടൊക്കെ ശരണം പ്രാപിച്ചവനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ സുഗ്രീവ, ഈ രാക്ഷസ വംശത്തിൽ ജനിച്ചവരെല്ലാവരും നമ്മുടെ ശത്രുക്കളാണോ? അവരെല്ലാവരും അവരാ കുലത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും മോശക്കാരാണോ എന്ന് ഹനുമാൻ സ്വാമി ചോദിക്കുകയാണ്. അവരിൽ തന്നെ എത്രയോ പേര് നല്ല ആൾക്കാരുമില്ലേ? ജാതിയോ നാമോ ഇതൊന്നും പ്രധാനമല്ലല്ലോ, ഒരു വ്യക്തിയുടെ ഗുണമല്ലേ പ്രധാനം. മാത്രമല്ല
നൃപന്മാരുടെ, രാജാക്കന്മാരുടെ ധർമ്മം എന്ന് പറയുന്നത് ആശ്രിത രക്ഷണമല്ലേ? ഇത് തന്നെയല്ലേ ശാസ്ത്രവും പറയുന്നത്? നമ്മളെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കണമെന്നല്ലേ സുഗ്രീവ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്? പിന്നെ എന്താണ് സുഗ്രീവ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉത്തമോത്തമനാണ് ഈ വിഭീഷണൻ, ഭക്തപ്രിയനാണ്, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ഭക്തനാണ് ഇദ്ദേഹം. അദ്ദേഹം അസുരകുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം തെറ്റുകാരനാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഹനുമാൻ സ്വാമി ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, രാമൻ ഇതൊക്കെ കേട്ടിട്ട് പറയുകയാണ്, മാരുതി ചൊന്നത് ഉപപന്നമെത്രയും വീര വിഭാകരപുത്ര വരികടോ. പറയാണ്, ഹനുമാൻ ഇപ്പോൾ പറഞ്ഞത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ്. അല്ലയോ സുഗ്രീവ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതുപോലെ തന്നെ ജാമ്പവാദികളെ, ജാമ്പവാനോട് പറയുകയാണ്, അങ്ങും ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേക സ്ഥാനം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു വാനരനാണ്. അതായത് ഈ രാജാക്കന്മാരുടെ പ്രധാനമുള്ള ധർമ്മം, അത് ആര് വന്ന് ശരണം പ്രാപിച്ചാലും, അത് ദേവനെന്നില്ല, അസുരനെന്നില്ല, ഇനി നായ്ക്കളോ ചണ്ടാളനോ ആയാൽ പോലും അവർ വന്ന് അഭയം പ്രാപിക്കുകയാണെങ്കിൽ രാജാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അവരെ രക്ഷിക്കലാണ്. അവരെ രക്ഷിക്കണം അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ. ഇനി രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ, ഇനി അവനെ അഭയം പ്രാപിച്ചിട്ട് രക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകുന്നതാണ്. ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ് അവരെ രക്ഷിച്ചില്ല എങ്കിൽ എന്ന് പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ ഒരു കഥയും കൂടെ പറഞ്ഞ് അതിവിടെ വാനരന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പണ്ട് ഒരു കപോതം, ഒരു പ്രാവ്, അതിൻ്റെ പേടയോട്, അതായത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇണയോടൊത്ത്, ഇണപ്രാവിനോടൊത്ത് ആ വനത്തിൽ കഴിയുന്ന ആ ഒരു സമയം. അപ്പോൾ ഒരു കാട്ടാളൻ വന്നിട്ട്, ഇവർ വളരെ എന്താ പറയുക തൊട്ടുരുമ്മിയൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ അവരുടെ ആ ഒരു ശൃംഗാര ലീലകളിലൊക്കെ ആ കപോതം, ആ ഇണപ്രാവുകൾ അവരുടേതായിട്ടുള്ള ആ ഒരു ലീലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം ഒരു കാട്ടാളൻ വന്നിട്ട് അതിൽ പെൺപക്ഷിയെ അസ്ത്രമെയ്ത് വധിച്ചു. അങ്ങനെ വന്ന് അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ഇതിനെ ചുട്ടു തിന്നാനായിട്ട് തീയില്ലായിരുന്നു. മാത്രമല്ല ആ സമയത്ത് അവിടെ കാറ്റും മഴയും ഒക്കെ ഇരുട്ടുമൊക്കെ വന്നു ചേർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്, ഈ കിരാതന്, ഈ കാട്ടാളന് ഇതിനെ കൊന്ന് അതിനെ ചുട്ടു തിന്നാനായിട്ട് തണുപ്പും, ശരീരത്തിലാകെ തണുത്തു ഇരിക്കുന്നു, അതുപോലെ തന്നെ തീയുമില്ല. അപ്പോൾ ഈ ആൺകപോതം, ആൺപ്രാവ് എവിടെയോ ചെന്ന് അല്പം തീയും എടുത്തുകൊണ്ടുവന്ന് ഈ കിരാതന് കൊടുത്തു. തൻ്റെ പ്രാണപ്രേയസിയെ വധിച്ച ആളാണ് ഈ കിരാതൻ, ഈ കാട്ടാളൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദുഃഖം കണ്ടപ്പോൾ, ഇദ്ദേഹം വിശന്നിട്ട് കരയുന്നത് കണ്ടപ്പോൾ ഈ കപോതം കൊണ്ടുവന്ന് കൊടുത്തു, അഗ്നി കൊടുത്തു. അപ്പോൾ ഈ അഗ്നി കിട്ടിയതോടുകൂടി ആ തന്നുടെ കയ്യിലിരുന്ന കപോതിയെ വന്നിയിലിട്ട് ചുട്ടാച്ചു തിന്നിയിടാൻ. അപ്പോൾ ആ പ്രാവിനെ എടുത്ത് ആ തീയിലിട്ട് ചുട്ടു, ആ കാട്ടാളൻ തിന്നു. എന്നതുകൊണ്ട് വിശപ്പടക്കിയിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു തന്നുടെ ദേഹവും നൽകിനാൻ അമ്പോടു വന്നിയിൽ വീണു കിരാത അശനാർത്ഥമായിട്ട്. അപ്പോൾ ഈ പ്രാവിനെ ഭക്ഷിച്ച് കഴിഞ്ഞിട്ടും, തൻ്റെ പ്രാണപ്രേയസിയായിട്ടുള്ള ഈ പ്രാവിനെ ഈ കിരാതൻ ഭക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് വിശപ്പ് മാറാതെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ
ആൺപ്രാവ് തൻ്റെ സ്വന്തം ശരീരം നേരെ അഗ്നിയിലേക്ക് പ്രവേശിപ്പിച്ചു ഈ കിരാതന് ഭക്ഷിക്കാനായിട്ട്. ഭഗവാൻ പറയുന്നത് അത്ര പോലും വേണം ആശ്രിത രക്ഷണം. അത് മനുഷ്യനാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നാണ് പറയുന്നത്. ഒരു പ്രാവിൻ്റെ കഥയിലൂടെയാണ് ഭഗവാൻ വലിയൊരു തത്വം ഇവിടെ ജനങ്ങളെ, ഭക്തന്മാരെ ബോധിപ്പിക്കുന്നത്. നമ്മുടെ ശത്രുവാണെങ്കിലും നമ്മളെ ധാരാളം നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി അയാൾക്ക് ഒന്നുമില്ലാതെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി വന്ന് നമ്മളോട് അപേക്ഷിക്കുകയാണ്, തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ വിഭീഷണനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ഭക്തോത്തമനാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാവണൻ്റെ അനുജനായി ഒരു അസുര വംശത്തിലാണ് ജനിച്ചത് എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ അദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുകയാണ്, നമ്മൾ രക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ച് ഒരു രാജാവിൻ്റെ കടമയാണ് തന്നെ അഭയം പ്രാപിക്കുന്ന നായാണെങ്കിലും ചണ്ടാളനാണെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് എന്ന് പറയുന്നു. എന്നിട്ട് ആ കബോധത്തിൻ്റെ കഥയിലൂടെ ഭഗവാൻ അത് വിസ്തരിച്ച് വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, എന്നെ ശരണമായിട്ടോർത്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വന്നതാണ്, അവന് എന്നും ഞാൻ അഭയം കൊടുക്കും. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലമേങ്ങുമേ. അതായത് നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, എന്നെ ചതിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. ലോകപാലന്മാരെയും മറ്റും കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവൻ, ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. അതായത് ഈ കാണുന്ന ലോകപാലന്മാരെയും അഷ്ടദിക്പാലകന്മാരെയും അതുപോലെ തന്നെ മറ്റു കാണായിട്ടുള്ള ഈ ലോകങ്ങളെ, 14 ലോകങ്ങളെയും, അല്ലേ, ഭൂമിക്ക് താഴെയുണ്ട്, ഭൂമിക്ക് മുകളിലുണ്ട് 7 ലോകങ്ങൾ, അല്ലേ, അതലം വിതലം സുതലം പാതാളം തലാതലം രസാതലം, അങ്ങനെ ലോകങ്ങൾ, അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഭൂമിക്ക് മുകളിലേക്കുമുണ്ട് ഓരോ ലോകങ്ങൾ, ഭൂലോകം, ഭുവർലോകം, അങ്ങനെ ഓരോരോ ലോകങ്ങൾ, സ്വർഗലോകം, അങ്ങനെ ഓരോരോ ലോകങ്ങൾ ഭൂമിക്ക് മുകളിലേക്കുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും ഈ ലോകപാലന്മാരെയും നിമിഷമാത്രം കൊണ്ട്, ഒരു നിമിഷം സമയം കൊണ്ട് സൃഷ്ടിച്ചിട്ട് അതിനെ രക്ഷിച്ചിട്ട് അതിനെ സംഹരിക്കുന്നതും ഈ ലോകങ്ങളെ എല്ലാത്തിനെയും ഒടുവിൽ ഇല്ലാണ്ടാക്കുന്നതിനും എനിക്ക് ഒട്ടും ഭയമില്ല, എനിക്കതിലൊട്ടും ബുദ്ധിമുട്ടില്ല, നിശ്ചയം. ഭഗവാന്റെ വാക്കുകളാണ്. കുറച്ചു മുമ്പ് ആ സീതയെ കാണാതിരുന്ന് കരഞ്ഞ ആ ഭഗവാന്റെ വാക്കുകളാണിത്. എന്നെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല. ഈ ലോകപാലന്മാരെയും ലോകങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാൻ എനിക്ക് നിമിഷം മാത്രം മതി. പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ പറയൂ. സുഗ്രീവ, നീ അതുകൊണ്ട് വിഷമിക്കേണ്ട, നീ അതുകൊണ്ട് മനസ്താപമെല്ലാം കളഞ്ഞിട്ട് നീ സുഗ്രീവനോട് ക്ഷമിക്കണം, നീ ആ വിഭീഷണനോട് എത്രയും പെട്ടെന്ന് വരാൻ പറയൂ എന്ന് പറയുകയാണ്. അങ്ങനെ എന്നെ ശരണമായിട്ട് പ്രാപിക്കുന്നവർക്ക് അവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ, നൂനമെന്നും അറിയുന്നേ. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും അവർക്ക് പിന്നെ ഒരു ജനന മരണമാകുന്ന ചക്രത്തിലേക്ക് അവർ പിന്നെ വീഴുകയില്ല. അവരെ ഞാൻ ആ ജനന മരണ ചക്രത്തിൽ നിന്നും മോചിപ്പിച്ച് മോക്ഷം കൊടുക്കുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്കും കൂടി വേണ്ടിയിട്ടുള്ള, ഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാരാകാൻ ശ്രമിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, എന്നെ ശരണമായി പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും. അപ്പോൾ പരിപൂർണമായിട്ട് ഭഗവാനെ വിശ്വസിക്കുന്ന ആൾക്കാരെ, ഭക്തന്മാരെ അല്ലെങ്കിൽ ഭക്തകളെ ആ ഭഗവാൻ തീർച്ചയായിട്ടും സംരക്ഷിക്കും എന്നതർത്ഥം. അങ്ങനെ ആ ഭഗവാന്റെ വാക്ക് കേട്ടു. ആ വിഭീഷണൻ അദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞു. ആ വിഭീഷണൻ വന്നു. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം
വീണു നമസ്കരിച്ചു. എന്നിട്ട് ഒരു ഗംഭീരമായ സ്തുതിയാണ്. രാമം വിശാലാക്ഷം ഇന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭപ്രസന്നമുഖാംബുജോ കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണസംയുതം സുഗ്രീവമാരുതി മുഖ്യകപികുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ. അങ്ങനെ ആ വിഭീഷണൻ, ആ ഭക്തപ്രിയനായിട്ടുള്ള, ആ ലോകൈകനാഥനായിട്ടുള്ള ആ ഭഗവാനെ സ്തുതിച്ച് വന്ദിക്കുകയാണ്. ഗംഭീരമായ സ്തുതിയാണ്. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന. അങ്ങനെ ആ ഒരു വളരെ വലിയ ഒരു സ്തുതിയാണ് ഇവിടെ സുഗ്രീവൻ ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നത്. ആദ്യമില്ല അന്തവുമില്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ ലോകത്തിൻ്റെ പിതാവായതും മാതാവായതും എല്ലാം ഭഗവാൻ തന്നെയാണ്. കാലസ്വരൂപനായതും ഭഗവാൻ തന്നെ ആണ്. സ്ഥൂലങ്ങളിൽ വച്ച് അതിസ്ഥൂലനായതും ഭഗവാനാണ്. ഇന്ദ്രനും ധർമ്മദേവനും അതുപോലെ തന്നെ വരുണനും അഗ്നിയും ചന്ദ്രനും സൂര്യനും എല്ലാം അവിടുന്ന് തന്നെയാണ്. അങ്ങനെ വീണ്ടും സ്തുതിക്കുകയാണ്. ഭഗവാൻ എന്താ പറയുക, നിശ്ചലനാണ്. അതായത് ചലനമില്ലാത്ത, അതായത് എന്താണ്, നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത് ആ ഭഗവാനാണ്. മായാമനുഷ്യനാണ്, മനോഹരനാണ്, മാധവനാണ്. മാ എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു പേരാണ് മാ. ധവൻ എന്ന് പറഞ്ഞാൽ കാന്തൻ, ഭർത്താവ്. ആ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനാണ്. മധുകൈടഭാന്തകനാണ്. മധുകൈടഭന്മാരെ വധിച്ചതാണ് ഭഗവാൻ. എന്നിട്ട് പറയുകയാണ്, സീതാപദേ രാമ കാരുണികോത്തമ യാതുധാനാന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭഗവാനെ അവിടുത്തെ പാദാംബുജത്തിൽ സീതാഭിരാമ കാരുണികോത്തമ ഭഗവാനെ, രാവണാന്തക രാക്ഷസാന്തക ഭഗവാനെ അവിടുത്തെ പാദാംബുജത്തിൽ എന്നെ എന്നും കാത്തു രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഭക്തിപരവശനായിട്ട് സ്തുതിക്കുന്ന ആ ഭക്തനെ കണ്ട്, ആ സ്തുതി കേട്ട് ഭഗവാന്റെ മനസ്സ് തെളിഞ്ഞു, മനസ്സുണർന്നു. ഭഗവാനോട് പറയുകയാണ്, ഭഗവാൻ വിഭീഷണനോട് പറയുകയാണ്, ഇഷ്ടമായിട്ടുള്ള വരത്തെ നീ ചോദിച്ചോളൂ വിഭീഷണ, ഞാൻ വരദാനേക തൽപരനാണ്, വരം കൊടുക്കുന്നവനാണ് ഞാൻ, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ ഭഗവാനോട് പറയുകയാണ്. അപ്പോൾ വിഭീഷണൻ പറയാണ്, ഒട്ടുമേ താപം ഒരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ. എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ അവർക്കൊരു ജീവിതത്തിൽ ഒരു താപവും ഒരു ബുദ്ധിമുട്ടും മനപ്രയാസവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഭീഷണൻ പറയുകയാണ്, ധന്യനായേൻ കൃതകൃത്യനായേനകം. ഭഗവാനെ ഞാൻ ധന്യനായി, എൻ്റെ ജീവിതം സഫലമായി. ധന്യാകൃതേ കൃതകാമനായേനകം. ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. എനിക്ക് ഭഗവാന്റെ ആ പാദപത്മാവലോകനം, ഭഗവാന്റെ പാദപത്മങ്ങൾ നമസ്കരിച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഞാൻ മുക്തനായി ഭഗവാനെ. ഞാൻ ധന്യനായി ഭഗവാനെ. എനിക്ക് തുല്യം ഇപ്പോൾ ഒരു ധന്യനുമില്ല, ഒരു ശുദ്ധനുമില്ല. എൻ്റെ കർമ്മബന്ധങ്ങളെല്ലാം നശിച്ചു, ഇല്ലാണ്ടായി ഭഗവാനെ. അവിടുത്തെ പാദപങ്കജങ്ങളിൽ എന്നും ആ ഒരു എൻ്റെ ഉള്ളിലുള്ള ഭക്തി എന്നും ഇളക്കം കൂടാതെ എന്നും അവിടുത്തെ പങ്കജങ്ങൾ എനിക്ക് ഭജിക്കാനായിട്ട് കഴിയണമേ ഭഗവാനെ. അപ്പോൾ ഭഗവാൻ പറയാണ്, നിൻ്റെ ഉള്ളിൽ
എന്നും വിഷയവിരക്തനായിട്ട് കാമക്രോധ ലോഭ മോഹ മതമാത്സര്യാദികൾ, അതാണ് ഓരോരോ വിഷയങ്ങൾ. അപ്പോൾ ഈ വിഷയവിരക്തനായിട്ട് നീ എന്ത് ചെയ്യണം? ശാന്തനായിട്ട് ഭക്തി വളർന്ന് അതിശുദ്ധമതികളായി. അപ്പോൾ അങ്ങനെ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ വിഷയത്തോടുള്ള ഒരു രാഗം, ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ വെറുപ്പ്, ഇതുപോലുള്ള വികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതുപോലുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മൾ വിരക്തനായി വരുമ്പോൾ നമ്മളിൽ ശാന്തമതികളായിട്ട് നമ്മൾ മാറും, നമ്മൾ ശുദ്ധമതികളായിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ്? ജ്ഞാനമുണ്ടാകുന്നു. അങ്ങനെ ജ്ഞാനമുണ്ടാകുമ്പോൾ യോഗികളായി മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള യോഗികളുടെ മാനസത്തിൽ സീതാസമേതനായി ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക, നീ എന്നാൽ നിനക്ക് മോക്ഷം വരും. അതുകൊണ്ട് വിഭീഷണ, നീ എപ്പോഴും എന്നെ തന്നെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കൂ, അങ്ങനെയാണെങ്കിൽ നിനക്ക് മോക്ഷം വരും എന്ന് ഭഗവാന്റെ അനുഗ്രഹം. മാത്രമല്ല ഭഗവാൻ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കുകയാണ്. നീ ഇപ്പോൾ ഇവിടെ ജപിച്ച ഭക്തികരമായിട്ടുള്ള ഒരു സ്തോത്രം അത്യന്തം ശുദ്ധനായിട്ട് നിത്യവും ചൊല്ലുകയും എന്നും ചൊല്ലുകയും ഇനി ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ കേൾക്കുകയും ചെയ്യലും മുക്തി വരും, അതിനില്ല ഒരു സംശയം. ഇനി അത് കൃത്യമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തുണ്ടാകും? അങ്ങനെ ചൊല്ലുന്ന മനുഷ്യന് മുക്തി വരും എന്ന് പറയുകയാണ്. ഈ സ്തോത്രം ഭക്തിയോടുകൂടി ജപിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, എന്നെ കണ്ടതിൻ്റെ, എൻ്റെ ദർശനം ഇവന് കിട്ടിയതിൻ്റെ ഫലം ഇന്ന് തന്നെ ഇവന് കൊടുക്കണം. അതുകൊണ്ട് ലങ്കാധിപനായിട്ട് നീ ഇവനെ അഭിഷേകം ചെയ്യണം. അതുകൊണ്ട് ആ സമുദ്രത്തിൽ നിന്ന് ജലമൊക്കെ കൊണ്ടുവരൂ എന്ന് വാനരന്മാരോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ. അങ്ങനെ അവർ പോയി ജലമൊക്കെ കൊണ്ടുവന്നു. അർക്ക ചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള ഉള്ളോന്നിവൻ വാഴുക ലങ്കാരാജ്യമേവം മമാജ്ഞ ഭാഗവതോത്തമനാ വിഭീഷണൻ. ഭഗവാൻ പറയുകയാണ്, എൻ്റെ കഥയും സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും ഉള്ള അടുത്തോളം കാലം, അത്രയും കാലത്തിങ്കൽ ഈ ജഗത്തിങ്കലെ നീ തന്നെ ആയിരിക്കും വിഭീഷണ ഇനി ലങ്കാരാജ്യത്തിൻ്റെ രാജാവ് എന്ന് ഭഗവാൻ വിഭീഷണനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണൻ ലങ്കാപരാധിപത്യാർത്ഥം അഭിഷേകം അൻപോട് വാദ്യഘോഷണ ചെയ്തിടാൻ അങ്ങനെ ആ ലക്ഷ്മണൻ സ്വാമി തന്നെ അദ്ദേഹത്തിന് വിഭീഷണന് ആ ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അതായത് ഇനി യുദ്ധം ശ്രീരാമൻ ജയിച്ചാൽ കൂടി ആ ലങ്കാലയത്തിലെ രാജാവ് ആരായിരിക്കും? വിഭീഷണനായിരിക്കും. അപ്പോൾ ഭഗവാന് ഒന്നിനോടും ആഗ്രഹമില്ല. സാധാരണ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഏത് രാജാവാണ് യുദ്ധം ജയിക്കുന്നത്? ആ വ്യക്തിയായിരിക്കും പിന്നെ ആ തോൽപ്പിച്ച രാജ്യത്തിൻ്റെ രാജാവ്. ഇവിടെ ഭഗവാന്റെ അതുകൊണ്ടാണ് ഭഗവാനെ ലോകം മര്യാദാ പുരുഷോത്തമൻ എന്ന് സ്തുതിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങാനും സുഗ്രീവൻ അങ്ങനെ തോന്നാൻ പാടില്ല, ഞാൻ ആ ലങ്കാരാജ്യത്തിന് അധിപനാകുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉടൻ തന്നെ ആ വിഭീഷണനെ ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക, ദേവന്മാരും അപ്സരസുകളും അതുപോലെ തന്നെ നൃത്തങ്ങൾ ആരംഭിച്ചു. ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ഇവരെല്ലാവരും ആ ഭഗവാന്റെ ആ ഒരു നന്മയെ, ഭഗവാന്റെ എന്താ പറയുക, ആ ഒരു ഭാവത്തിനെ കണ്ടിട്ട് ഭഗവാനെ ശ്രീരാമചന്ദ്രനെ വാഴ്ച സ്തുതിച്ചിടുന്നു. ഭേരിനിനാദം മുഴക്കിനാരംഭരും അവരാ ഭഗവാന്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി കണ്ടിട്ട് അവർ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി. അങ്ങനെ അതിനുശേഷം വിഭീഷണനെ പുണർന്നുകൊണ്ട് സുഗ്രീവൻ പറയുകയാണ്, പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ശ്രീരാമകിങ്കരന്മാരിൽ ഇപ്പോൾ പ്രധാനി എന്ന് പറയുന്നത് അവിടുന്നാണ്.
അതുകൊണ്ട് അങ്ങ് തന്നെ അങ്ങിനി ആ രാവണ നിഗ്രഹത്തിനായിട്ട് ഞങ്ങൾക്ക് ആവോളം സഹായങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങും ഭഗവാനെ സേവിക്കാനായിട്ട് ഉള്ള ഭാഗ്യം അങ്ങേക്ക് കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ സുഗ്രീവൻ പറയുന്നത് കേട്ടപ്പോൾ വിഭീഷണൻ പറയുകയാണ്, എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. ഭഗവാൻ അങ്ങനെ ബന്ധുക്കളെന്നോ ശത്രുക്കളെന്നോ ഒന്നുമില്ല. ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. ഈ ഭഗവാന് ആരുടെയും ആശ്രയത്തിൻ്റെ ആവശ്യമില്ല സുഗ്രീവ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതാണ് നമ്മളുടെ സഹായമുണ്ടെങ്കിലേ ഭഗവാൻ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. ഭഗവാൻ ഇപ്പോൾ ഗൂഢമായിട്ട് ആ ത്രിഗുണങ്ങളെ ആശ്രയിച്ച് സത്വരജസ്തമോ ഗുണങ്ങളെ മായയുടെ മറയാക്കിക്കൊണ്ട് ഭഗവാൻ ഇപ്പോൾ ആശ്രയിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സഹായം വേണമെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. ഭഗവാനെ സഹായിക്കുക എന്നുള്ളതല്ല, ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സഹായിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ. കാരണം നിമിഷമാത്രം കൊണ്ട് ഈ ഭുവനത്രയങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാൻ കഴിവുള്ളതാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്തിനാണ് നമ്മുടെ ആവശ്യം എന്നാണ് ഇവിടെ വിഭീഷണൻ സുഗ്രീവനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള ആ ഒരു അവസരമാണ് ഭഗവാൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ സേവിക്കാം എന്ന് ഇവിടെ വിഭീഷണൻ സുഗ്രീവനോട് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ശുഗബന്ധനം എന്നുള്ള ഭാഗമാണ്. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ. അപ്പോൾ ഇവിടെ ഒരു രാക്ഷസൻ, ശുഗൻ എന്നാണ് പേര്. ഈ ശുഗന് ഈ എന്താ പറയുക, ഈ സൈന്യത്തിലേക്ക് വന്നിരിക്കുക, വാനര സൈന്യത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, സുഗ്രീവനോട് പറയുകയാണ്, ആ രാവണൻ്റെ രാക്ഷസാധീശ്വരനായിട്ടുള്ള രാവണൻ്റെ വാക്കുകൾ സുഗ്രീവ നീ ഒന്ന് കേട്ടോളൂ. സുഗ്രീവനൊരു സ്തുതിക്കുന്നൊക്കെ ഉണ്ട്. ഭാസ്കരസൂനോ പരാക്രമവാരിധേ ഭാനുതനയനാം ഭാഗതേയാമ്പുധേ എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നോടിത് പറയാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് രാവണനാണ്. അപ്പം രാവണൻ പറയുകയാണ്, രാവണൻ ശുഗനോട് പറഞ്ഞേൽപ്പിക്കുന്നത് ശുഗൻ ഇവിടെ വന്ന് പറയുകയാണ്, അതായത് ബാലിയുടെ അനുജനാണ് നീ, അതുകൊണ്ട് നീ എനിക്ക് ഭ്രാതൃസമാനാണ്, നീ എനിക്ക് സഹോദര തുല്യനാണ്. ഇപ്പം നീ എന്നോട് യുദ്ധം ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും, രാമനെ കൂട്ടുപിടിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നിന്നോട് വൈരം എനിക്കേതുമില്ല, നിന്നോട് എനിക്ക് ശത്രുതയൊന്നുമില്ല. മറ്റ് എന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ, നിനക്ക് എന്നോട് മറ്റ് വിരോധങ്ങളൊന്നുമില്ല. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേൻ അതിനെന്തു തേ. ഈ രാജകുമാരനായിട്ടുള്ള ആ രാമൻ്റെ ഭാര്യയെ ഞാൻ ഒരു കള്ളൻ്റെ വേഷത്തിൽ ഇങ്ങോട്ട് കൊണ്ടുപോന്നു, അതിന് നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സുഗ്രീവ ഒരു കാര്യം പറയാം, നീ ഈ മർക്കട സേനയോട് കൂടി ഈ വാനര സേനയോടൊപ്പം നീ വളരെ പെട്ടെന്ന് തിരിച്ച് കിഷ്കിന്ധയിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുകയാണ്. ദേവന്മാർക്ക് പോലും അപ്രാപ്യമാണ് ലങ്കാപുരം, പിന്നെയാണോ അല്പന്മാരായിട്ടുള്ള മനുഷ്യരും ദുർബലന്മാരായിട്ടുള്ള ഈ വാനര സമൂഹവും. നീ എന്താണ് എന്നോട് ചെയ്യുന്നതെന്ന് നിനക്ക് വല്ല അറിവുമുണ്ടോ? അന്ധകാരം ബാധിച്ചോ നിന്നെ? അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ശുഗൻ ഒരു ദൂതനെ പോലെ ഇവിടെ വന്ന് പറഞ്ഞത്, രാവണൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ വാനരന്മാരാണല്ലേ, അവരിത് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചാടിപ്പിടിച്ചാരതിദ്രുതം ശുഗനെ അങ്ങോട്ട് ചാടിപ്പിടിച്ചു.
നല്ല മുഷ്ടിപ്രഹരങ്ങളൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ ഇത് കിട്ടിയപ്പം വാനരന്മാരുടെ നല്ല തല്ല് കിട്ടിയപ്പോൾ അവിടെ ഈ ശുഗൻ നിന്ന് കരയാൻ തുടങ്ങി, ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹേ രഘുപതേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. ഭഗവാനെ വിളിച്ച് കരയുകയാണ്. ഭഗവാനെ, ദൂതന്മാരെ ആരും കൊല്ലാറില്ലല്ലോ ഭഗവാനെ, എന്നെ രക്ഷിക്കണേ ഭഗവാനെ, ധർമ്മത്തെ രക്ഷിക്കണേ. അപ്പോൾ ഇത് കേട്ട് അപ്പോഴാണ് ഭഗവാൻ ഇത് കേൾക്കുന്നത്. ഭഗവാൻ പറഞ്ഞു വാനരന്മാരെയൊക്കെ മാറ്റി നിർത്തി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ശുഗന് സന്തോഷമായി. ശുഗൻ പറയുകയാണ്, ഭഗവാൻ പറയുകയാണ്, ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാനെന്തൊന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതോ. സുഗ്രീവനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് അവിടെ ചെന്ന് പറയേണ്ടത്? ദശഗ്രീവനോട്, രാവണനോട് ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ഇത് കേട്ടതും ശുഗനോടായിട്ട് സുഗ്രീവൻ പറയുകയാണ്, ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം. വളരെ പേരുകെട്ട ആളായിരുന്നു ആ ബാലി. ആ ബാലിയെപ്പോലെ തന്നെ നിന്റെ സ്വാമിയായിട്ടുള്ള രാവണനെയും അവൻ്റെ പുത്രന്മാരെയും ഞാൻ പെട്ടെന്ന് വധിക്കും. ശ്രീരാമഭഗ്നിയെ കട്ടുകൊണ്ടിടുന്ന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്കു കിഷ്കിന്ധയ്ക്കു, രണ്ടില്ല അതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. ഇവിടെ സുഗ്രീവൻ നല്ല ഗംഭീരമായുള്ള വർത്തമാനമൊക്കെയാണ് തിരികെ രാവണനോട് പറയുന്നത്. ജാനകിയുടെ ശ്രീരാമൻ്റെ പത്നിയായിട്ടുള്ള ആ ജാനകി ദേവിയെ കട്ട കള്ളനല്ലേടാ നീ, നിന്നെയും കൊന്നിട്ട് ആ ജാനകി ദേവിയെ ഞങ്ങൾ ആ വാനര രാജ്യമായിട്ടുള്ള കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോകും, ഇത് നീ അവനോട് ചെന്ന് പറഞ്ഞേക്കൂ എന്ന് പറയുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള വാക്യങ്ങൾ എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, വാനരന്മാരെ, ശുഗനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിടണ്ട, ശുഗനെ തൽക്കാലം ബന്ധിക്കൂ എന്ന് പറയുകയാണ്. ബന്ധിച്ചിട്ട് ഞാൻ പറയുന്ന സമയത്ത് അവനെ അഴിച്ചുവിടാം എന്ന് പറയുകയാണ്. അങ്ങനെ വാനരന്മാർ ആ ശുഗനെ ബന്ധിച്ചു. എന്നിട്ട് നോക്കുന്ന സമയത്താണ് മറ്റൊരു നിശാചരൻ, മറ്റൊരു രാക്ഷസൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കണ്ടു. ആ നിശാചരൻ രാവണനോട് ചെന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാവണൻ ആലോചിക്കുകയാണ്, ഇനി എന്താണ് അടുത്ത ഒരു മാർഗം ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തത് സേതുബന്ധനം, എങ്ങനെയാണ് ഈ സമുദ്രത്തെ കടക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് കടന്നു രാമനും അതുപോലെ തന്നെ വാനര സമൂഹവും. പറയാണ്, എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്കുക നിങ്ങളെല്ലാവരും. രാമൻ പറയുകയാണ്, നിങ്ങളെല്ലാവരോടും ചിന്തിക്കൂ, എങ്ങനെയാണ് നമ്മൾ ഈ സമുദ്രം കടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ലങ്കയിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ് ഭഗവാൻ പറയണം. നമുക്കെല്ലാവരും കൂടി ആലോചിക്കാം, എല്ലാവരും അവരവരുടെ ഒരു ആശയങ്ങളൊക്കെ പറയുമെന്ന് പറയുകയാണ്. അപ്പോൾ ദർഭ വിരിച്ചു നമസ്കരിച്ചിടാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും. അപ്പം ഒരു വഴിയും ആരിൽ നിന്നും ഒരു ആശയങ്ങളും കിട്ടാത്തത് കൊണ്ട് ഭഗവാൻ ദർഭ വിരിച്ചിട്ട് നമസ്കരിച്ചിട്ട് 3 അഹോരാത്രം രാത്രിയും പകലും ഉപവാസമിരുന്നു. ആരാണ്? 3 ലോകത്തിനും നാഥനാം ഈശ്വരൻ, 3 ലോകത്തിനെയും നാഥനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭു 3 പകലും 3 രാത്രിയും ഉപവാസമനുഷ്ഠിച്ചു. വാരിധിയെ തൃപ്തിപ്പെടുത്താനായിട്ട്, വരുണനെ തൃപ്തിപ്പെടുത്താനായിട്ട്. പക്ഷേ 3 ദിവസം ഉപവസിച്ചിട്ടും ആ വാരിധി ഒന്ന് അനങ്ങിയതുപോലുമില്ല. അപ്പോൾ ഭഗവാന്റെ ഈശ്വരത്വം ഭഗവാൻ പുറത്തെടുക്കുന്ന വളരെ ചെറിയ ചില സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ക്രോധം കൊണ്ട്, ഭഗവാന്റെ
കണ്ണുകൾ രക്തം പോലെ ചുമന്നു. കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. പറയുകയാണ്, ലക്ഷ്മണ, എൻ്റെ ചാപവും എൻ്റെ അസ്ത്രങ്ങളും എൻ്റെ അമ്പും വില്ലും എല്ലാം നീ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരൂ, എൻ്റെ അസ്ത്രത്തിൻ്റെ വിക്രമം നീ കണ്ടോളൂ എന്ന് പറയുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ സമുദ്രം ഭസ്മമാക്കുന്നുണ്ട്. പണ്ട് എൻ്റെ പൂർവന്മാർ നിർമ്മിച്ചതാണ് ഈ സമുദ്രത്തിനെ. അതുകൊണ്ട് ഈ സാഗരം എന്നുള്ള പേര് മറന്നുള്ള ആകുലമെന്നിയെ വാഴുകിലെന്നുമേ. ഇനിയിപ്പോൾ ഈ സമുദ്രം എന്നുള്ളൊരു പേര് പോലും ഇവിടെ അവശേഷിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ സമുദ്രം ഇല്ലാതെയാക്കാൻ പോവുകയാണ്. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം. കപികുലം അതായത് വാനരന്മാർ ഈ സമുദ്രത്തിൽ കൂടെ നടന്നു പോകട്ടെ, അതായത് സമുദ്രം ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അസ്ത്രം എടുത്തു. ഭഗവാൻ ആ വില്ല് കുലച്ചു. അർണവത്തോട് ആ സമുദ്രത്തെ നോക്കിയിട്ട് ഭഗവാൻ അരുൾ ചെയ്തു, സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലീമുഖവിക്രമം. സർവഭൂതജാലങ്ങളും കണ്ടുകൊള്ളൂ, എൻ്റെ അമ്പിൻ്റെ എൻ്റെ അസ്ത്രത്തിൻ്റെ പരാക്രമം കണ്ടുകൊള്ളൂ എന്ന് പറയാണ്. ഭസ്മമാക്കിയിടുവാൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഞാനിപ്പോൾ ഈ വാരാനിധിയെ, ഈ സമുദ്രത്തിനെ ഞാനിപ്പം ഭസ്മമാക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാൻ എന്ത് ചെയ്തു? ആ ഭഗവാൻ ആ ഒരു എന്താ പറയുക, അമ്പും വില്ലും കൂടെ പിടിച്ചിട്ട് അസ്ത്രം എയ്യാൻ പാകത്തിന് വലിച്ച് ആ ഞാണിന്മേൽ വച്ച് വലിച്ചിട്ട് ഭഗവാന്റെ ഒരു നിപ്പുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള, ആരുടെയും ഉള്ളിൽ കാണാൻ കൊതി തോന്നുന്ന അത്ര അത്ഭുത പരാക്രമനായിട്ടുള്ള ആ ഒരു നിൽപ്പ്. അപ്പോൾ ഇത് കണ്ടപ്പോഴൊക്കെയും പൃഥ്വീരുഹങ്ങളും കാനനജാലവും ഭൂമിയും കാടും ആകാശവും മേഘങ്ങളും ഭൂമിയും എല്ലാം ഒരുപോലെ വിറച്ചുപോയി. സൂര്യചന്ദ്രന്മാരും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ വിഷമിച്ചു. അദ്ദേഹം ഈ സമുദ്രത്തെ തന്നെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഉടൻ തന്നെ ആ വരുണദേവൻ തൻ്റെ ദിവ്യരൂപത്തോടുകൂടി ദിവ്യ ആഭരണ സമ്പന്നനായിട്ട് 10 ദിക്കും നിറഞ്ഞൊരു കാന്തിയോടുകൂടി ധാരാളം രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ ഭഗവാൻ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഭയത്തോടുകൂടി രാമൻ്റെ പാദാന്തികത്തിൽ പദ്മങ്ങളിൽ വച്ച് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ഭഗവാനെ, തെറ്റുപറ്റിപ്പോയി ഭഗവാനെ, ക്ഷമിക്കണം ഭഗവാനെ, വരാൻ അല്പം താമസിച്ചു ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് വരുണൻ. അപ്പോൾ ഭഗവാന്റെ കണ്ണ് രക്തം പോലെ ചുമന്നിരിക്കുകയാണ്, ദേഷ്യം വന്നിട്ട്. അവിടുന്ന് ആ വരുണന്റെ ഗംഭീരമായ സ്തുതി, ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപതേ, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, ത്രാഹിമാം ത്രാഹിമാം രാമ രമാപതേ. എന്നിട്ട് ആ ഭഗവാന്റെ മായാഗുണങ്ങളെക്കുറിച്ചും ഭഗവാന്റെ ആ ഒരു വിരാട് പുരുഷനെക്കുറിച്ചും അങ്ങനെയുള്ള ആ ഗംഭീരമായ സ്തുതിയാണ്. ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യത്തെക്കുറിച്ച്, കാരുണ്യസാഗരമാണ് ഭഗവാൻ, നാരായണനാണ് ഭഗവാൻ, ശരണ്യമാണ്, അതായത് ശരണം പ്രാപിക്കാൻ യോഗ്യനാണ് ഭഗവാൻ, പുരുഷോത്തമനാണ് ഭഗവാൻ, ഈശ്വരനായിട്ടുള്ള ഭഗവാൻ. ഭഗവാനെ, ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം, രാമ
ലങ്കാമാർഗമാശുദാമിതേ, ലങ്കയിലേക്കുള്ള മാർഗം ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അങ്ങനെ വണങ്ങി സ്തുതിക്കുന്ന വരുണനെ നോക്കി ഭഗവാൻ പറയുകയാണ്, ബാണം മതീയം അമോഘം അതിന്നിക വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും. എൻ്റെ ബാണം അത് ഒരിക്കലും വെറുതെ ആകില്ല, അതുകൊണ്ട് അതിനൊരു ലക്ഷ്യം നീ കാട്ടിത്തരണമെന്ന് പറയാണ്. വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിനു നീ കാട്ടിത്തരയണം എനിക്കു വാരാനിധേ. നല്ലൊരു ലക്ഷ്യം നീ എനിക്ക് കാട്ടിത്തരൂ എന്ന് പറയാണ് വരുണദേവ. അർണവനാഥനും ചൊല്ലിനാരന്നേരം അന്യൂനകാരുണ്യ സിന്ധോ ജഗൽപതേ ഉത്തരസ്യാദിശമത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം. അവിടെ ദ്രുമകുല്യദേശം എന്ന് പറഞ്ഞ ഒരു ദേശമുണ്ട്. അവിടെ ധാരാളം ദുഷ്ടന്മാരായിട്ടുള്ള പാപാത്മാക്കളായിട്ടുള്ള നിശാചരന്മാർ എല്ലാവരെയും ഉപദ്രവിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് വേഗാലവിടേക്ക് അവിടേക്ക് ബാണം തവ ലോകോപകാരമാമതു നിർണയം. അതുകൊണ്ട് അങ്ങയുടെ കയ്യിലുള്ള ഈ അസ്ത്രം ആ ദ്രുമകുല്യദേശത്തേക്ക് അയക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാകും. കാരണം എന്താണ്? ദുഷ്ടനിശാചരന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട്, അതുപോലെ ദുഷ്ടനിശാചരന്മാർ. അപ്പോൾ ഈ നിശാചരന്മാരായിട്ടുള്ള ആൾക്കാർ, നിശാചരന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിശയിൽ ചരിക്കുന്നവർ, രാത്രിയിൽ ചരിക്കുന്നവർ. ഒരു കാരണവുമില്ലാതെ രാത്രിയെ മറയാക്കിക്കൊണ്ട് അധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് നിശാചരന്മാർ. തട്ടിപ്പറിക്കുക, പിടിച്ചു പറിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇതൊക്കെ നിശാചരന്മാരുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ദേശത്തിൽ കുറേ നിശാചരന്മാരുണ്ട്, പാപികളാണ് അവർ. അതുകൊണ്ട് അങ്ങയുടെ അസ്ത്രം അങ്ങോട്ടേക്ക് തന്നെ അയക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ ഭഗവാന്റെ ആ ബാണം തേടി ആ സ്ഥലത്തെത്തി. അവിടെ എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമെല്ലവേ തൂണീരവും പുക്കിതാതരാൽ തിരിച്ച് ആ ഭഗവാന്റെ അസ്ത്രം വന്ന് ആ ഭഗവാന്റെ അവനാഴിയിൽ തന്നെ വന്നിരുന്നു. അങ്ങനെ ആ ആഭീരമണ്ഡലത്തിലുള്ള ആ ദുഷ്ടന്മാരൊക്കെ നശിച്ചു. ആ ദേശം ശോഭനമായി വന്നു. പിന്നെന്ത് ചെയ്തു? ആ ദേശത്തിൽ അന്ന് തൊട്ട് മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും, അതായത് അവിടുത്തെ ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരെല്ലാം വധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവിടെ സാധാരണ സാധുജനങ്ങൾക്ക്, സാധാരണ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് അവിടെ മാറി എന്ന് പറയുകയാണ്. അപ്പം ഭഗവാൻ നളനെ വിളിച്ചിട്ട് പറയുകയാണ്, നളൻ വിശ്വകർമാവിൻ്റെ പുത്രനാണ്, ഇനി താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് സേതുബന്ധനം ആരംഭിക്കണം. അതിന് നളനെയാണ്, വിശ്വകർമാവിൻ്റെ പുത്രനായിട്ടുള്ള നളനെയാണ് ഭഗവാൻ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ ആ നളനും അതുപോലെ തന്നെ ബാക്കി വാനരന്മാരും എല്ലാവരും ചേർന്ന് ആ വാനരന്മാർ പർവ്വതതുല്യ ശരീരങ്ങളായി മാറി. അങ്ങനെ അവർ ആ സർവ്വദിക്കെങ്കിൽ നിന്നും പർവ്വതങ്ങളും പാറക്കൂട്ടവും വൃക്ഷസമൂഹവും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു സമുദ്രത്തിലേക്ക് അവരത് നിക്ഷേപിച്ചു. വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു. അപ്പോൾ ഭഗവാൻ അവിടെ ഈ ചിറ സേതു ബന്ധിക്കുന്നതിന് മുമ്പായിട്ട് ആ സാക്ഷാൽ ലോകപിതാവായിട്ടുള്ള ആ മഹാദേവനെ അവിടെ പ്രാർത്ഥിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ആ മഹാദേവനെ പൂജിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയതിന് ശേഷമാണ് ഭഗവാൻ അവിടെ ആ ഒരു സേതുബന്ധനം ആരംഭിച്ചത്. നല്ല ശോഭനമായിട്ടുള്ള മുഹൂർത്തമൊക്കെ നോക്കി ആ ഭഗവാനെ മഹാദേവനെ പൂജിച്ചു വന്ദിച്ചു, ഭക്തിയോടുകൂടി നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഏതൊരു മനുഷ്യനാണോ ഇവിടെ വന്ന് ഭക്തിയോടുകൂടി സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ആ സേതുബന്ധത്തെയും കണ്ടിട്ട് ആ രാമേശ്വരനെയും, അതായത് ആ മഹാദേവനെയും ഭക്തിയോടുകൂടി ഭജിക്കുന്നത്,
അവൻ്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാണ്ടാകും. ബ്രഹ്മഹത്യാദി ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപമാണ് ബ്രഹ്മഹത്യാ പാപം. അപ്പോൾ ആ ബ്രഹ്മഹത്യാ പാപം പോലും വേർപെട്ട് അവൻ അതിശുദ്ധനായിട്ട് വന്നുകൂടും. എൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് മുക്തിയും വരും, അതിനുള്ളൊരു സംശയം. അങ്ങനെ ആ സേതുബന്ധനം ആരംഭിച്ചു. അങ്ങനെ ആ സേതുബന്ധനത്തിൽ ഒരു ദിവസം കൊണ്ട് 14 യോജന, 2 ദിവസം കൊണ്ട് 20 യോജന, അങ്ങനെ 5 ദിവസം കൊണ്ട് 100 യോജനയും പണി തീർന്നു. അങ്ങനെ ആ ഒരു സേതുബന്ധനം പൂർത്തിയായി. ഉടൻ തന്നെ സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം നടന്നു തുടങ്ങിനാൻ. അപ്പോൾ ആ സേതുബന്ധത്തിൻ്റെ മുകളിൽ കൂടി കവിവരന്മാർ അങ്ങനെ നടക്കുകയാണ്. നടന്ന് ആ സമുദ്രം തരണം ചെയ്യുകയാണ്. മാരുതിയുടെ കണ്ഠത്തിൽ ഭഗവാൻ രഘൂത്തമൻ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ആ മാരുതിയുടെ കണ്ഠത്തിലും, അതുപോലെ തന്നെ സുമിത്രാതനയനായിട്ടുള്ള ആ ലക്ഷ്മണസ്വാമി താരേയ കണ്ഠത്തിലും, അതായത് അംഗദൻ്റെ കണ്ഠത്തിലും ഇരുന്നു. അതായത് ലോക നായകന്മാരാണ് ഇവർ, ലോകത്തിൻ്റെ ഈശ്വരന്മാരാണ്. അപ്പോൾ അവർ നടക്കാമെന്ന് പറഞ്ഞാലും അവരുടെ ഭൃത്യന്മാരായിട്ടുള്ള സേവകന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാർക്ക് സേവ ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ച ആ വാനരന്മാരായിട്ടുള്ള ആ മഹാഭക്തന്മാരായിട്ടുള്ള ഹനുമാൻ സ്വാമിയും അംഗദനും ഒന്നും അതിനനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരെ എന്തിന് ഞങ്ങളുള്ളപ്പോൾ അങ്ങ് നടന്നു പോകുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ എടുത്ത് കഴുത്തിലെടുത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ആ ഭഗവാൻ ഇപ്പോഴും ചിരഞ്ജീവിയായിട്ട് ഈ ലോകത്തിൽ ഇന്നും ജീവിക്കുന്നു. എവിടെ രാമനാമമുണ്ടോ, എവിടെ രാമൻ്റെ കഥ പറയുന്നുവോ, എവിടെ രാമൻ്റെ കഥ കേൾക്കുന്നുവോ, അവിടെ അഞ്ജനയനും എത്തിച്ചേരും. അങ്ങനെ ആ സുബേലാചലത്തിൽ ഭഗവാൻ എത്തിച്ചേർന്നു. ഭഗവാൻ ആ ലങ്കാപുരത്തെ ഒന്ന് നോക്കി. യഥാർത്ഥത്തിൽ ഇന്ദ്രലോകം പോലെ, ഇന്ദ്രലോകത്തിന് തുല്യമായിട്ടുള്ള ഒരു പുരി പോലെയുള്ള ലങ്കാപുരം, സ്വർണമയധ്വജ പ്രാകാര തോരണപൂർണം മനോഹരം പ്രാസാദ സങ്കുലം. സ്വർണമയമായിട്ടുള്ള ലങ്ക, സുവർണ ലങ്ക. എത്ര ഭംഗിയാണ് കാണാൻ, എത്ര ഭംഗിയായിട്ടാണ് രാവണൻ ഈ ലങ്ക ഭരിക്കുന്നത്. എത്ര മനോഹരമാണ് ഈ ലങ്ക. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലപരിഘ ശതഘ്നി സമന്വിതം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ദേവലോകമാണെന്നും ഇന്ദ്രൻ്റെ ലോകമാണെന്നും കൈലാസ ശൈലേന്ദ്രം പോലെ ത്തിൻ്റെ ഒരു ഗോപുരം പോലെയാണെന്നും ഒക്കെ തോന്നും. പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുത വാസവതുല്യ പ്രഭാവേന രാവണൻ. എന്നാൽ ഈ ഗോപുരത്തിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഇന്ദ്രന് തുല്യനായിട്ട് പ്രഭാവത്തിൽ രാവണൻ രത്നസിംഹാസനെ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയുള്ള ഒരു സിംഹാസനത്തിൽ ആ മന്ത്രിമാരോടുകൂടി ആ രത്നദണ്ഡ ആതപത്രം രൂപശോഭിതേ, അതായത് ആ രത്നം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ആ ഒരു വിശറി പോലും രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. രത്നങ്ങൾ പതിച്ചായിട്ടുള്ള ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ഒക്കെ സുന്ദരിമാര് വീശിക്കൊണ്ടിരിക്കുന്നു. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ. വിസ്മയം കൈക്കൊണ്ടു. ഭഗവാൻ ഇതൊക്കെ കണ്ടിട്ട് ആശ്ചര്യമാണ് തോന്നിയത്. മാനിച്ചു മാനസേ. ഭഗവാന്റെ ഉള്ളിൽ ആ രാവണനെ കുറിച്ചൊരു ബഹുമാനം പോലും തോന്നി. എന്നിട്ട് വാനരന്മാരോട് പറയുകയാണ്, മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ. നമ്മൾ അവിടുന്ന് ബന്ധനസ്ഥനാക്കിയ ആ ഒരു ശുകാസുരനില്ലേ, ആ ശുകാസുരനെ ഇവിടെ വെച്ച് അവനെ ബന്ധനാവസ്ഥയൊക്കെ മാറ്റൂ, അവനെ അഴിച്ചു വിടൂ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ചെന്ന് ആ രാവണനോട് വൃത്താന്തങ്ങളൊക്കെ ഒന്നൊഴിയാതെ അറിയിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. അങ്ങനെ തൊഴുതിട്ട്
ആ രാവണനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദമായിട്ട് വർണ്ണിക്കുന്നതാണ് നമുക്ക് അടുത്ത ദിവസം കേൾക്കാനുള്ളത്. എല്ലാ ഭക്തമനസ്സുകൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഈ സേതു ബന്ധിക്കുന്നതിൻ്റെ ആ ഒരു എൻജിനീയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യ ശില്പി ആരായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരായിരുന്നു? ഈ 2 ചോദ്യങ്ങളാണുള്ളത്. ഭഗവാന്റെ കഥ ഒരിക്കൽ കൂടി നമുക്ക് അറിയുവാനും ഓർക്കാനും മനനം ചെയ്യാനുള്ള അവസരമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യവും കൂടി അവസാനം ചോദിക്കുന്നത്. എല്ലാവരും അത് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.